ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങളുടെ മുമ്പാകെ ഒരു ചെറിയ ചിന്തയിലേക്ക് കൊണ്ടുപോയി ആരാധനയിലേക്ക് വിടുവാൻ കർത്താവ് ഞാൻ താല്പര്യപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതായിരിക്കുന്ന വിഷയത്തിലേക്ക് ഞാൻ മടങ്ങി വരട്ടെ. എല്ലാവർക്കും അത് ഓർമ്മയുണ്ടെന്ന് ഞാൻ ചിന്തിക്കുക. നമ്മൾ ചിന്തിക്കുവാൻ ഇടയായിത്തീർന്നത് നിലവിളിക്കുന്നതായിരിക്കുന്ന അല്ലെങ്കിൽ വിലപിക്കുന്നതായിരിക്കുന്ന 3 കൂട്ടം ആൾക്കാർ. അതിലാദ്യമായിട്ട് നമ്മൾ കാണുവാനിടയായിത്തീർന്നത് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഞരങ്ങുന്നു. നമ്മിൽ കൂടെ പരിശുദ്ധാത്മാവ് ഞരങ്ങുന്നു. ആ ഒരു ഭാഗം നമ്മൾ ചിന്തിക്കുവാനിടയായിട്ട് ഇന്ന് പകൽക്കാലം രണ്ടാമത്തെ വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയും തിരിക്കട്ടെ. അതിനാധാരമായിട്ട് റോമലേഖനം 8-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കട്ടെ. ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് നമ്പർ 23. റോമലേഖനം 8-ാം അധ്യായം 23-ാമത്തെ വാക്യം. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പുമായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒന്നാമതായിട്ട് ഞരങ്ങുന്നത്, അത് ഓർഡർ ഞാൻ തെറ്റിച്ചാണ് ഞാൻ പറയുന്നത് എങ്കിലും എൻ്റെ ആ സ്വീക്വൻസ് ശരിയാക്കേണ്ടതിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറയുവാൻ ഇടയായിത്തീരുന്നത്. ഒന്നാമത് ഞരങ്ങുവാൻ ഇടയായിത്തീരുന്നത് പരിശുദ്ധാത്മാവാണ്. അത് നമ്മിൽ കൂടെ ഞരങ്ങിക്കൊണ്ട് ഇരിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുമ്പോൾ, രണ്ടാമതായിട്ട് ഞരക്കം ആര് എന്ന് ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നു. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. രണ്ടാമത്തെ ഞരക്കമെന്ന് പറയുന്നത് നമ്മളാണ്. നമ്മൾ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്ന്, അല്ലെങ്കിൽ ഒരു ദൈവ പൈതൽ ഞരങ്ങേണ്ടവനാകുന്നുവെന്ന് ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നു. എന്താണ് ആ ഞരക്കത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറയുവാൻ ഇടയായിത്തീർന്നു. അത് സാധാരണപ്പെട്ട ഒരു നിലവിളിയല്ല. പുറത്തുള്ളതായിരിക്കുന്ന പ്രഷർ വളരെ അധികമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കത് താങ്ങുവാൻ പോലും സാധ്യമാകാതെ, അത് വാക്കുകളായിട്ട് വെളിപ്പെടുവാൻ പോലും സാധ്യമാകാതിരിക്കുന്ന സമയത്താണ് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഞരക്കം വെളിപ്പെടുന്നത്. അതിന് പ്രത്യേകമായിരിക്കുന്ന വാക്കുകളൊന്നും കാണുവാൻ സാധിക്കത്തില്ല. വെറും തേങ്ങലുകൾ മാത്രമേ കാണുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നു, നമ്മുടെ ഉള്ളിൽ ആ ഒരു തേങ്ങൽ ഉണ്ടാകണം, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആ ഞരക്കം ഉണ്ടാകണമെന്ന് ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ പോകുന്നത്, ആര് സ്വർഗത്തിൽ കടന്നു പോകുമെന്ന് നാം ചിന്തിക്കുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ വരവുകൾ ആര് എടുക്കപ്പെടുമെന്ന് ചിന്തിക്കുമ്പോൾ, ഞാൻ ഒന്നാമതായിട്ട് അവരുടെ ക്വാളിറ്റി പറയട്ടെ. ഉള്ളിൽ ഞരക്കമുള്ളവർ മാത്രമേ കർത്താവിന്റെ മുൻപാകെ എടുക്കപ്പെടുവാൻ പോകുന്നുള്ളൂ. ഉള്ളിലൊരു ഞരക്കം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. എന്തിനു വേണ്ടിയാണ് ഞാൻ ഞരങ്ങേണ്ടതെന്ന് ദൈവത്തിന്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നു. ദൈവത്തിന്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുമ്പോൾ അനേകരുടെ ജീവിതത്തിൽ ഈ ഞരക്കത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. വായിച്ചാട്ട് 2 കൊരിന്ത്യർ 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ താഴോട്ടൊന്ന് വായിച്ചാട്ട്. 2 കൊരിന്ത്യർ 1-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങളും താഴോട്ട് വായിച്ചാട്ട്. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല. ശ്രദ്ധിക്കണം ആ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഒരു ദൈവ പൈതൽ ഞരങ്ങുന്നു എന്ന് പറയുന്നത് ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലമാ. ദൈവമക്കൾക്കൊരു ഞരക്കമുണ്ടാകണം. നിങ്ങൾക്കറിയാം, ഈ കൂടാരം എന്ന് പറയുന്നത്, അതിന്റെ 1-ാമത്തെ വാക്യം കൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടെ വായിച്ചാട്ട്. കൂടാരമായ ഞങ്ങളുടെ അപ്പൊ ഈ കൂടാരം എന്ന് പറയുന്നത് ഭൗമ ഭവനം അഥവാ എൻ്റെ ശരീരമാണ്. ഈ ശരീരത്തിൽ ഞാൻ വസിക്കുമ്പോഴാണ്, നിങ്ങൾക്കറിയാം, നമ്മിൽ വസിക്കുന്ന ആത്മാവ് പ്രാണൻ, അത് നമ്മുടെ ശരീരത്തിൽ വസിക്കുമ്പോൾ ആ ശരീരത്തിൽ ഉണ്ടാകേണ്ടതായിരിക്കുന്ന ഒരു ഞരക്കം, ആ ഞരക്കം ഉണ്ടാകണമെന്ന് ദൈവത്തിന്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുമ്പോൾ കൂടാരമായിരിക്കുന്ന നമ്മുടെ ഭൗമ ഭവനം. അപ്പൊ ഈ ശരീരത്തിൽ ഞാൻ ആയിരിക്കുമ്പോൾ എനിക്കൊരു ഞരക്കമുണ്ടാകണം. വായിച്ച 2-ാമത്തെ വാക്യം വീണ്ടും ഒരിക്കൽ കൂടെ. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കും. അപ്പൊ ഞങ്ങൾ ഞരങ്ങുന്നു. അപ്പോസ്തലനായ പൗലോസിന് പറയുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്.
ഈ കൂടാരത്തിൽ അല്ലെങ്കിൽ അഥവാ ഞാൻ ഈ ശരീരത്തിൽ വസിക്കുന്നിടത്തോളം കാലം എനിക്കൊരു ഞരക്കമുണ്ട്. ഒരു ഞരങ്ങിക്കൊണ്ട ഒരു കരച്ചില്, അല്ലെങ്കിൽ ഒരു വലിയ ഭാരം, എന്തിനോ വേണ്ടിയുള്ള ഒരു ആകാംക്ഷ, അതിനുവേണ്ടി കാത്തിരിക്കുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു അനുഭവം. അത് സാധാരണപ്പെട്ട ഒരു അനുഭവം അല്ല, പിന്നെയോ മറ്റെന്തിനോ വേണ്ടി ആഗ്രഹിക്കുന്നത്. അതിനുള്ള ഒരു ഞരക്കമാണ് തൻ്റെ ജീവിതത്തിൽ കൂടെ വെളിപ്പെടുന്നത്. തനിക്ക് പറയുവാൻ സാധിക്കുന്നത്, ഈ കൂടാരത്തിൽ ഞങ്ങളായിരിക്കുമ്പോഴും ഞങ്ങൾ നഗ്നരായിട്ടല്ല, ഉടുപ്പ് ഞങ്ങൾക്കുണ്ട്. പക്ഷെ വേറെ കാര്യമുണ്ട്. എൻ്റെ ഈ ഞരക്കത്തിനും കാരണമെന്ന് പറയുന്നത് വായിച്ചതിന്റെ 3-ാമത്തെ വാക്യം, ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായി ഞങ്ങളുടെ പാർപ്പിടം. അതാണ് ഞങ്ങളുടെ വാഞ്ച. അതിനുവേണ്ടിയാണ് ഞാൻ ഞരങ്ങുന്നത്. എന്തിനാ ഞരങ്ങുന്നത്? സ്വർഗീയമായിരിക്കും ഞങ്ങളുടെ പാർപ്പിടം, അതിന് മീതെ ധരിക്കുവാൻ, എന്തൊക്കെയോ പ്രാപിക്കുവാൻ ഒരു എക്സ്പെക്ടേഷനോടുകൂടെ ദൈവസഭ കാത്തിരിക്കുക. ഒരു എക്സ്പെക്ടേഷനോടുകൂടെ ഒരു ദൈവ പൈതൽ കാത്തിരിക്കുക. എന്തിനാ അവർ കാത്തിരിക്കുന്നത്? സ്വർഗീയമായിരിക്കുന്ന ഒന്ന് ഞങ്ങളുടെ മീതെ ധരിപ്പാൻ. വായിച്ചതിന് അടുത്ത വാക്യം, ഉരിയുവാനല്ല മർത്യമായത് ജീവനാൽ ഉരിഞ്ഞു കളയൊന്നും അല്ല ചെയ്യുന്നത്. പിന്നെ ഒരു മാറ്റം കടന്നു വരുവാൻ പോകുന്നു. മീതെ ഉടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഉടുപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അകത്തുള്ളത് അഴിച്ചു കളയല്ല. ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നത് അത് ഒന്ന് നീങ്ങിപ്പോകുക, ഒരു ട്രാൻസ്ഫർമേഷൻ നടക്കുക, ഒരു രൂപാന്തരം നടക്കുവാൻ പോകുക. എന്ത് രൂപാന്തരമാണ് നടക്കുന്നത്? ദൈവത്തിന്റെ വചനം പറയുന്നു, ഉരുവാനല്ല, മത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിനാണ്. അപ്പോൾ ഒരു മാറ്റമാണ് ദൈവത്തിന്റെ ദാസൻ ഇവിടെ ആഗ്രഹിക്കുന്നത്. തന്റെ ഞരക്കത്തിന്റെ കാരണമെന്ന് പറയുന്നത് ഈ മത്യമായത് ഒന്ന് ജീവൻ പ്രാപിക്കണമെന്നുള്ളതാ. ഈ ഒരു മാറ്റമാ തൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്ന, ഒരു ജീവന് വേണ്ടി ആഗ്രഹിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ. എന്നിട്ട് താഴെ പറയുന്നു, മീതെ ഉടുപ്പാൻ വാഞ്ചിക്കയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. ദൈവത്തിന്റെ ദാസനൊരു ഞരക്കമാ. നിങ്ങൾക്കറിയാം, ആ ഞരക്കമെന്ന് പറയുന്നത് തൻ്റെ ശരീരത്തിൻ്റെതായിരിക്കുന്ന ഒരു മാറ്റം. അതാണ് താൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. മരിക്കുന്ന മത്യമായിരിക്കുന്ന ഒന്ന് മാറ്റപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്ന ജീവൻ്റെതായിരിക്കുന്ന ഒന്ന് ഞാൻ പ്രാപിക്കുവാനുണ്ട്. ആ ജീവൻ്റെത് പ്രാപിക്കുവാനുള്ള ഒരാഗ്രഹത്തോടു കൂടിയാണ് ഈ ശരീരം അതിനുവേണ്ടി ഞരങ്ങുന്നത്. ഞാൻ ചോദിച്ചു, പൗലോസേ, നീ എന്തിനാ ഈ ഞരങ്ങുന്നത്? ഇതിന് ഞരങ്ങേണ്ട ഒരു ആവശ്യമുണ്ടോ? പൗലോസിന് പറയുവാൻ ഒരു കാര്യമുണ്ട്. റോമലേഖനം 7-ാം അധ്യായം 24 വാക്യം ഒന്ന് വായിച്ചാട്ട്. റോമൻസ് ചാപ്റ്റർ 7 verse 24 onwards. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായി ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ ഞരങ്ങുന്നതിന്റെ കാരണമായി പറയുന്നേ. അതിന്റെ മുകളിലത്തെ വാക്യപ്രകാരം പറയുന്നു, നന്മ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എങ്കിലും എൻ്റെ ജീവിതത്തിൽ വരുന്നത് നന്മയല്ല. ഞാൻ ആഗ്രഹിക്കുന്ന തിന്മയല്ല, നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മയത്രേ ഭവിക്കുന്നത്. പല സന്ദർഭങ്ങളിൽ ദൈവമക്കളെ, ഞാനും നിങ്ങളും ഞരങ്ങുന്നവരാ. എന്റെയും നിങ്ങളുടെ ഞരക്കത്തിന്റെ കാരണമെന്ന് പറയുന്നത് ഒരു വിശുദ്ധിക്ക് വേണ്ടിയുള്ള ഒരു ദാഹം എന്റെയും നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, ഒരു വിശുദ്ധ ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതിന് വിരുദ്ധമായിട്ട് എൻ്റെ ശരീരം എന്നെ പാപത്തിലേക്ക് നടത്തുമ്പോൾ അവിടെയാണ് ഞാൻ വാസ്തവമായിട്ട് വിലപിക്കുന്നത്. ദൈവമക്കൾ കരയാറില്ലേ? ദൈവമക്കൾ ദൈവത്തോട് പ്രാർത്ഥിക്കാറില്ലേ? അവരുടെ പ്രാർത്ഥനയുടെ വിഷയം എന്നാ? എൻ്റെ ദൈവമേ, ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ല. പൗലോസ് പറയുന്ന പോലെ തന്നെ പലവട്ടങ്ങൾ ഞാൻ നിങ്ങൾ പറയാറുണ്ട്, നന്മ ചെയ്യുവാനുള്ള ആഗ്രഹം എൻ്റെ ജീവിതത്തിലുണ്ട്. പലപ്പോഴും എന്നിൽ കൂടെ വെളിപ്പെടുവാൻ ഇടയായിത്തുന്നത് നന്മയല്ല, തിന്മയത്രേ.
മുൻകോപം ഉണ്ടാകരുതെന്ന് ആഗ്രഹിച്ചിട്ടും ചില പ്രത്യേക മാർഗ സ്ഥാനങ്ങളിൽ ആകപ്പെട്ട് നമ്മുടെ കയ്യിൽ നിന്ന് സകലതും കൈവിട്ടു പോയി ഒരല്പസമയം കഴിയുമ്പോൾ ഒറ്റയ്ക്കിരുന്ന് വാവിട്ട് നിലവിളിക്കാറില്ലേ? നിലവിളിക്കുമ്പോൾ പറയുന്നൊരു കാര്യം, എൻ്റെ ദൈവമേ, ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ല ഇങ്ങനെ ഇമോഷണൽ ആകണമെന്ന്, പക്ഷെങ്കിൽ അത് സംഭവിച്ചു പോയി. ഞാനൊരു എക്സാമ്പിൾ മാത്രമാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതവും അത് തന്നെയാണ്. പൗലോസും പറയുന്നത്, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, നന്മ ചെയ്യുവാൻ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹമുണ്ടെങ്കിൽ തന്നെയും പലപ്പോഴും സംഭവിക്കുന്നത് നന്മയല്ല, തിന്മയത്രേ ഭവിക്കുന്നത്. ആ ഒരു പ്രത്യേകമാർക്കുന്ന സാഹചര്യം തൻ്റെ ജീവിതത്തിൽ തനിക്കത് കാണുവാൻ സാധിക്കുമ്പോൾ വേറൊന്നും തനിക്ക് ചെയ്യുവാനില്ല. പകരം ചെയ്യുവാനുള്ളത് ഒന്ന്, വിലപിക്കുക മാത്രമേ ഉള്ളൂ, വാവിട്ട് കരയുക ഉള്ളത്. എന്ന് എനിക്കിതിൽ നിന്നൊരു വിടുതൽ ലഭിക്കും. ഇന്ന് പകൽക്കാലം ശാന്തമായിട്ട് ചിന്തിക്കണമേ. നിങ്ങളുടെ ലൈഫിനെ പിന്നോട്ട് നോക്കിക്കൊണ്ട് ഒന്ന് പറയുവാനായിട്ട് സാധിക്കുമോ? ചില സന്ദർഭങ്ങളെങ്കിലും ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ലേ, കർത്താവ് എന്നോ എന്നെ ഇതിൽ നിന്ന് വിടുവിക്കും, എന്നാ എനിക്കൊരു വിടുതൽ ലഭിക്കുന്നതോ? പല സന്ദർഭങ്ങളിൽ വീണ്ടും വീണ്ടും ഒരേ പാപത്തിന് നമ്മൾ അടിമയാകുന്നുണ്ട്. അത് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല, ആഗ്രഹിക്കാതെ വന്നു പോകുന്നതാ. സന്ദർഭം കൊണ്ട് കടന്നു വരുന്ന ആർക്കുന്ന അവസ്ഥകളാ. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേക്ക് കടന്നു വരുമ്പോൾ സംഭവിക്കുന്ന വാസ്തവമായിട്ടൊരു ദൈവ പൈതലിന് മാത്രമേ ഈ ഞരക്കം ഉണ്ടാകത്തുള്ളൂ. അല്ലാത്തവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ പാപം ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പാപവുമായിട്ട് അവരങ്ങ് താതാത്മ്യം പ്രാപിക്കും. ഒരല്പം കഴിയുമ്പോൾ ഈ പാപത്തെക്കുറിച്ചുള്ള വലിയ ബോധമൊന്നും അവക്കുണ്ടാകത്തില്ല. ബോധമെന്ന് പറഞ്ഞാൽ അറിയത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, അതിൻ്റെ സീരിയസ്നെസ്. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, പാപത്തെക്കുറിച്ചുള്ളൊരു സീരിയസ്നെസ് നമ്മുടെ ഉള്ളിലില്ല എങ്കിൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഞാൻ പാപത്തോട് ബന്ധിക്കപ്പെട്ടു പോയി എന്നുള്ളതിൻ്റെ തെളിവാണ്. ശ്രദ്ധിക്കണേ ദൈവത്തിൻ്റെ വചനം. പാപവുമായി ഞാൻ ബന്ധപ്പെട്ടു പോയി, അതുകൊണ്ടാണ് എനിക്കതൊരു റിയൽ ഒരു ബേർഡനായി മാറ്റപ്പെടാത്തത്. പൗലോസിൻ്റെ ലൈഫിനെ നിങ്ങൾ നോക്കിയാൽ പൗലോസിന് പ്രകാരം പറയും, മനുഷ്യൻ എന്നെ വിധിക്കുന്നത് എനിക്ക് ഏറ്റവും നിസ്സാരം, യാതൊരു പാപത്തെക്കുറിച്ചും എനിക്ക് ബോധമില്ല, എങ്കിലും ഞാൻ തെറ്റുകാരനല്ല എന്നല്ല ഞാൻ പറയുന്നത്. തൻ്റെ ജീവിതത്തിൽ താൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു വിശുദ്ധ ജീവൻ നയിപ്പാൻ, ദൈവത്തിന് പ്രസാദകരമായി ജീവിപ്പാൻ തക്കവണ്ണം പൗലോസിന് സാധ്യമായി. അതുകൊണ്ട് തന്നെയാണ് ഒരു മൈന്യൂട്ട് മിസ്റ്റേക്ക് കടന്നു വരുമ്പോൾ വാവിട്ട് നിലവിളിക്കുവാനുള്ള കാരണം അതാ. പൗലോസിന്റെ ജീവിതത്തിൽ പൗലോസ് ആഗ്രഹിച്ചു, നന്മ ചെയ്യുവാൻ എനിക്ക് താല്പര്യമുണ്ട്, എങ്കിലും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. പല സന്ദർഭങ്ങളിലാണ് അവസരം കടന്നു വരുമ്പോഴാണ് വീഴ്ചകൾ കടന്നു വരുന്നത്. നമ്മൾ ആരും ഇതിൽ നിന്ന് അന്യരല്ല കേട്ടോ. അവസരം കടന്നു വരുമ്പോഴാണോ വീഴ്ചകൾ കടന്നു വരുന്നത്. നമ്മൾ പലപ്പോഴും പറയും, എൻ്റെ കയ്യിൽ നിന്നത് വിട്ടുപോയി, കൈവിട്ടുപോയി. പ്രിയപ്പെട്ട ദൈവത്തിന് മക്കളെ, പൗലോസിനൊരു കാര്യം അറിയുക, ഈ ഒരവസ്ഥയിൽ നിന്ന് എനിക്കൊരു വിടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് മാത്രമേ അത് കിട്ടത്തുള്ളൂ. അത് നടക്കേണ്ടത് ഈ ശരീരത്തിന് ഒരു മാറ്റം സംഭവിക്കണം, ഈ ശരീരത്തിന് ഒരു രൂപാന്തരം സംഭവിക്കണം. ഞാൻ എൻ്റെ കുറിവാക്യത്തിലേക്ക് ഞാൻ കടന്നു വരട്ടെ. റോമർക്ക് ലേഖനം 8-ാം അധ്യായം 23-ാമത്തെ വാക്യം. റോമൻസ് ചാപ്റ്റർ 8 verse 23. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനെ കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. അപ്പോസ്തലനായ പൗലോസ് ഒരു ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ആഗ്രഹിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ബൈബിൾ സ്റ്റഡി പഠിച്ചൊരു വിഷയമാണ് വീണ്ടെടുക്കുക.
അങ്ങനെയാണെങ്കിൽ ശരീരത്തിൻ്റെ ഒരു വീണ്ടെടുപ്പുണ്ട്. ശരീരത്തിനൊരു വീണ്ടെടുപ്പ് നടക്കണം. എന്തുവാ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പെന്നറിയാമോ? ആദമനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ആദമനെ ആക്കിയത് എന്നെയും നിങ്ങളെയും പോലുള്ള ഒരു ശരീരത്തോടു കൂടിയാണ്. പക്ഷെങ്കിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആദമനെ മൂടിയിരുന്നത് ദൈവ തേജസ്സായിരുന്നു. ആ ദൈവ തേജസ്സിനകത്ത് നിന്നായിരിക്കുന്ന ആദമാണ് പാപം ചെയ്തു. പാപത്തിൻ്റെ പരിണിത ഫലമാണ് ഞാനും നിങ്ങളും ഇന്ന് ആയിരിക്കുന്നത്. ഈ ഒരവസ്ഥയെക്കുറിച്ച് ദൈവത്തിന്റെ ദാസൻ പറയുന്നു. താൻ ആഗ്രഹിക്കുന്നു പറയുന്നത് എൻ്റെ ശരീരത്തിൻ്റെ ഒരു വീണ്ടെടുപ്പ് നടക്കണം. എൻ്റെ ശരീരം പൂർണ്ണമായി വീണ്ടെടുക്കപ്പെടണം. ഒരു റിഡംഷൻ. ആ റിഡംഷന് പുള്ളി ഒരു പേര് കൊടുത്തു. അതാണ് പുത്രത്വം എന്ന് പറയുന്നത്. അതാണ് സൺഷിപ്പ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് നമുക്ക് ദൈവമക്കളാകുവാൻ ദൈവം നമുക്ക് പദവി തന്നു. വേദപുസ്തകം പഠിപ്പിക്കുന്ന അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നേവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. റോമർക്കിലെ 8-14 വാക്യം പറയുന്നത് ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന ഏവരും ദൈവമക്കളാകുന്നു. ഞാനും നിങ്ങളും ദൈവമക്കളാ. അത് തന്നെയാണ് 1 യോഹന്നാൻ ലേഖനം 3-ാം ദൈവത്തിന്റെ ദാസൻ പറയുന്നത്. കാൺമേൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു. നാം ദൈവമക്കളാ. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്. ദൈവത്തിൻ്റെ വിശുദ്ധ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞാനും നിങ്ങളും ആകുവാൻ തക്കണം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. വായിച്ചാട്ട് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞൊരു വേർഡിലേക്ക് കൊണ്ടുപോട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 20-ാം അധ്യായം 36-ാമത്തെ വാക്യം. ലൂക്ക് ചാപ്റ്റർ 20 വേഴ്സ് നമ്പർ 36. അവൻ പുനരുത്ഥാന പുത്രന്മാരാകിയാൽ ദൈവദൂതത്തിൽ തുല്യരും ദൈവപുത്രന്മാരുമാകും. അപ്പോൾ ദൈവപുത്രന്മാരാകുന്നതായിരിക്കുന്ന ഒരു സമയമെന്ന് പറയുന്നത് അത് സംഭവിക്കേണ്ട ഇപ്രകാരം പറഞ്ഞ അവർ ദൈവദൂത തുല്യരും ദൈവപുത്രന്മാരുമാകുന്ന ആര്? അവ പുനരുത്ഥാന പുത്രന്മാരാകിയാൽ. അങ്ങനെയെങ്കിൽ എന്താ വേണ്ടത്? എൻ്റെ ശരീരത്തിന് ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഈ ശരീരത്തിൻ്റെ ട്രാൻസ്ഫോർമേഷന് വേണ്ടി എൻ്റെ ശരീരം തന്നെ അല്ലെങ്കിൽ ഞാൻ തന്നെ ഞരങ്ങിക്കൊണ്ടിരിക്കുക. കാരണം ഞാൻ ആഗ്രഹിക്കുന്നതല്ല ആഗ്രഹിക്കാത്ത വരുമ്പോൾ അതിന് വിരുദ്ധമായത് സംഭവിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുവാൻ കാരണം. ദൈവത്തിൻ്റെ വിശുദ്ധ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവമക്കളെ ഒക്കെയും നമ്മൾ കാണുന്ന ആ സമയത്ത് അവരുടെ ഒക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിരിക്കുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആ കാഴ്ചപ്പാട് മുൻപിൽ കണ്ടുകൊണ്ട് അവർ ജീവിച്ചവരാ. വായിച്ചാട്ട് ബുക്ക് ഓഫ് ഡാനിയേൽ ചാപ്റ്റർ 12 വേഴ്സ് നമ്പർ 3. ദാനിയേൽ 12-ാം അധ്യായം 3-ാമത്തെ വാക്യം. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്ന് എന്നേക്കും. ദൈവത്തിന്റെ ദാസൻ വെളിപ്പെടുത്തപ്പെട്ടതായിരിക്കുന്ന ഒരു ഭാഗമാ. ആകയാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. ഒരു പ്രകാശം നടക്കും എന്നുള്ളത് തനിക്ക് കിട്ടിയതായിരിക്കുന്ന ഒരറിവാ. ദൈവം കൊടുത്തൊരു വെളിപ്പാടാ. ഒന്ന് വായിച്ച് ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് ഒന്ന് കടന്നു വന്നാട്ട് 19-ാം അധ്യായം 25 വാക്യം. ജോബ് ചാപ്റ്റർ 19 വേഴ്സ് നമ്പർ 25. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുന്നുവെന്നും ഞാൻ അറിയുന്നു. എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇത്രമാത്രം പ്രയാസകരമായിരിക്കുന്ന ഒരു ജീവിതം നയിക്കുമ്പോൾ ഭൗതികമായിട്ട് ഒരു നല്ല സുഖകരമായിരിക്കുന്ന ഒരു കാലമായിരുന്നില്ല ഇയ്യോബിന്റെ ജീവിതത്തിലെ ഈ സമയം. ശരീരം മുഴുവൻ ചിരങ്ങ് ബാധിച്ചവനായിട്ട് അത് മാന്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന ആ സമയം നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ആ മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഒരല്പം പോലും പേഷ്യൻസ് കാണുവാൻ പോലും സാധ്യമല്ല. പക്ഷേ ആ പർട്ടിക്കുലർ സ്ഥാനത്ത്
ഈ മനുഷ്യനെ മുൻപോട്ട് നടത്തിയത് എന്തെന്ന് ചിന്തിക്കുമ്പോൾ ഒറ്റ കാര്യമാണ്. താൻ പറഞ്ഞു വരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, താൻ ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം തൻ്റെ അസുഖം മാറുമെന്നല്ല, പക്ഷെങ്കിൽ താൻ ആശ്രയിച്ചത് മറ്റൊന്നില്ല. ഈ ലോകത്തിൽ ഞാൻ മാറ്റപ്പെടുന്ന ആ സമയം എന്താ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നത്? തനിക്ക് പറയുവാനുള്ളത്, ഇന്ന് ഈ കാണുന്ന ആർക്ക് ത്വക്ക് എന്നാശിക്കും, പക്ഷെങ്കിൽ ഒരു മാറ്റമുണ്ടാകും. ഞാൻ ദേഹസഹിതനായി അവനെ കാണും. കാഴ്ചപ്പാട് കണ്ടോ ഇയ്യോബിന്റെ ജീവിതത്തിൽ? ഇയ്യോബ് ഈ ലോകത്തിലെ സകല കഷ്ടതയും അനുഭവിക്കുന്ന ആൾക്ക് സമയത്ത് തന്നെ മുൻപോട്ട് ജയത്തോടെ നടത്തിയത്. തൻ്റെ നാടിക ഇഹലോകത്തിൽ വെച്ച് തൻ്റെ കഷ്ടത മാറുമെന്നല്ല, പകരം വരുവാൻ പോകുന്ന ഒരു ലോകത്തിൽ തനിക്ക് ലഭിക്കുവാൻ പോകുന്ന ശ്രേഷ്ഠരമായിരിക്കുന്നൊരു പദവി. എൻ്റെ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണേ. ദാനിയേലിന്റെ ജീവിതത്തിൽ ദാനിയേൽ മുൻപിൽ കണ്ടു, യോബിന്റെ ജീവിതത്തിൽ യോബ് മുമ്പിൽ കണ്ടു. ആദ്യമായിട്ട് സ്വർഗസ്ഥനായിരിക്കുന്ന ദൈവം ഈ ശപിക്കപ്പെട്ടതായിരിക്കുന്ന ഭൂമിയിൽ നിന്ന് ഒരു മനുഷ്യനെ ജീവനോടുകൂടെ എടുക്കപ്പെടുവാൻ സാധിച്ചുവെങ്കിൽ ആ മനുഷ്യന്റെ പേര് നിങ്ങൾക്കറിയാം, ഹാനോക്ക് എന്ന പേര്. നിങ്ങൾ ശ്രദ്ധിക്കണം, ആ ഹാനോക്ക് എന്നുള്ള മനുഷ്യൻ ഒരു പ്രയാസമില്ലാത്ത കാലത്ത് ജീവിച്ചവനല്ല. ഹാനോക്ക് കടന്നുപോകാതിരിക്കുന്ന വേദനാജനകമാകുന്ന അവസ്ഥകൾ കൂടുതലൊന്നും ഹാനോക്ക് പറയുവാൻ ഇടയായിത്തീർന്നില്ല. എങ്കിലും യൂദായുടെ ലേഖനത്തിൽ യൂദ ഹാനോക്ക് കടന്നുപോകാതിരിക്കുന്ന അവസ്ഥകളെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. വായിച്ച ബുക്ക് ഓഫ് ജൂഡ്, യൂദായുടെ പുസ്തകം 14-15 വാക്യം, വെളിപ്പാട് പുസ്തകം തൊട്ട് മുമ്പ്. ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക് ഇവരെ കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും ഭക്തികെട്ട പാപികൾ. നെക്സ്റ്റ് വേർഡ് എന്തുവാ? തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തം. പുള്ളി ഏതിൽ കൂടെ കടന്നുപോയി? നിങ്ങൾക്ക് എന്തെങ്കിലും നിന്ദകളോ ദുഷികളോ വന്നുവെങ്കിൽ അതിനേക്കാൾ കൂടുതലായിരുന്നു അന്ന് ജീവിച്ചതായിരിക്കുന്ന ആദ്യകാലത്ത് ജീവിച്ച് സ്വർഗത്തിലേക്ക് ജീവനോട് എടുക്കപ്പെടുവാൻ ഇടയായിത്തീർന്ന ഹാനോക്കിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നു, തൻ്റെ ഭക്തികെട്ട പാപികൾ. അപ്പൊ പാപികളാ തൻ്റെ നേരെ പറഞ്ഞത് സകല നിഷ്ഠൂരങ്ങൾ, അനാവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ, എല്ലാവിധമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ നിമിത്തം താൻ ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട്. ഒന്ന്, താൻ കാത്തിരുന്നതായിരുന്നു ഭക്തി കെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നുവെന്ന് പ്രവചിച്ചു. ഹാനോക്കേ, നീ പ്രതികൂലങ്ങൾ കൂടെ കടന്നു പോയപ്പോൾ നീ എന്താ ജീവിതത്തിൽ കണ്ടത്? ദൈവം അവരുടെ മേൽ തീ ഇറക്കി അവരെ നശിപ്പിക്കുമെന്നല്ല ഹാനോക്ക് കണ്ടത്. അവക്കറിയാം, താൻ ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം ഇതൊക്കെ എനിക്കുള്ളതാ, ഇതിൽ കൂടെ ഒക്കെ ഞാൻ കടന്നു പോകേണ്ടതാ. നമുക്കൊക്കെയാ പലപ്പോഴും പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ, കർത്താവേ ഇതൊന്നും പറ്റത്തില്ല, നമുക്ക് പട്ടുമത്ത് തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളൊക്കെയാ ദൈവമക്കളുടെ ജീവിതത്തിൽ അവർ കാണുവാൻ സാധിക്കുന്നത്. ഈ പ്രതികൂലങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ ഈ പ്രതികൂലങ്ങളിൽ നിന്ന് അവർ മാറ്റപ്പെടുമെന്നല്ല അവർ ചിന്തിക്കുന്നത്. അവരാഗ്രഹിക്കുന്ന വിഷയമെന്ന് പറയുന്നത് അവരുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മധ്യാകാശ വരവെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെതായിരിക്കുന്ന ദൈവികമായിരിക്കുന്ന പർപ്പസ്, ദൈവത്തിൻ്റെതായിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് വായിച്ചേ. 2 കൊരിന്ത്യലേഖനം 1-ാം അധ്യായം, 2 കൊരിന്ത്യലേഖനം 1-ാം അധ്യായം അതിൽ 8 മുതലുള്ള വാക്യം വായിച്ചാട്ടെ. വേഴ്സ് നമ്പർ 8 ഓൺവേർഡ് ശ്രദ്ധിച്ച് നിങ്ങൾ വായിക്കണേ. സഹോദരന്മാരെ, ആസിയയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിക്കും. പൗലോസിന്റെ ജീവിതത്തെ കുറിച്ച് ഇവിടെ ഞാൻ പറയുവാൻ പോകുന്നത്, സഹോദരന്മാരെ, ആസിയയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. എന്നിട്ട്
ജീവനോട് ഇരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് അപ്പോ ഞങ്ങൾ എന്ത് ശക്തിക്ക് പൗലോസിന്റെ ഉള്ളിൽ കടന്നു വന്നു? എനിക്കും നിങ്ങൾക്ക് വളർന്നതുപോലെ തന്നെ ആർക്കും കടന്നു വന്നു. വെളിപ്പാടുകളുടെ ആധിക്യം നിമിത്തം പ്രാപിച്ചതായിരിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിലും പ്രതികൂലങ്ങൾ കൂടെ താൻ കടന്നുപോയതായ സമയത്ത് പൗലോസ് പറയുക, ജീവനോടെ ഇരിക്കുമോ എന്ന് ഒരു നിരാശ തോന്നുമാക. തൻ്റെ ജീവിതത്തിലും എന്തിന് സാധ്യത കടന്നു വന്നു? നിരാശയ്ക്ക് സാധ്യത. എന്തുകൊണ്ടാ താൻ കടന്നു പോകുന്ന ആർക്കുന്ന ജീവിതത്തിൽ തൻ്റെ മുമ്പിൽ പോലും തനിക്ക് കാണുവാൻ സാധിക്കുന്നില്ല? ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് വെളിയിൽ കടക്കുമെന്ന് വായിച്ച അടുത്ത വാക്യം കൂടെ, ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു, അത് ഞങ്ങളിലല്ല മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ. നിങ്ങൾ ശ്രദ്ധിച്ചു ആ വേർഡ്? ഇവിടെ പൗലോസ് ആഗ്രഹിക്കുന്നത് യഹോവ നിസി അല്ല, എൽഷദായി അല്ല, സർവശക്തനായ ദൈവത്തിൽ ഒന്നുമല്ല ഇവിടെ ആശ്രയിക്കുന്നത്. ഇവിടെ പൗലോസ് ആശ്രയിക്കുന്ന പറഞ്ഞ ഒരു ദൈവമാ. ആ ദൈവത്തിന്റെ പേര് താൻ പറഞ്ഞിട്ടുണ്ട്. എന്തുവാ ദൈവത്തിന്റെ പേരെന്നറിയാമോ? മരിച്ചവരെ ഉയർപ്പിക്കുന്നവൻ. നിങ്ങൾ എന്നോട് കൂടെ ഉണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? പൗലോസ് ഒരു ദൈവത്തിലായി ഇവിടെ ആശ്രയിക്കുന്നത്, മരിച്ചവരെ ഉയർപ്പിക്കുന്നവൻ. പൗലോസേ, നീ എന്തിനാ അങ്ങനൊരു ദൈവത്തിന്റെ പേര് പ്രകാരം പറഞ്ഞത്? പൗലോസിന് പറയുവാൻ ഒരു കാരണമുണ്ട്. അതേ, ഞങ്ങളല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കും എന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. അപ്പോൾ ഉള്ളിൽ എന്തോ ഉറപ്പുണ്ടായി. ഈ സാഹചര്യത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടത്തില്ല, ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഞാൻ വെളിയിൽ പോകത്തില്ല. ഈ സാഹചര്യം കൊണ്ട് ഇഹലോകത്തിലെ ജീവിതം എൻ്റെ അവസാനിക്കുക. പക്ഷെങ്കിൽ ആ പൗലോസിനും പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി ഒരു തേജസ്സിൻ്റെ ഖനം പ്രാപിപ്പാൻ ഇടവരുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ഇല്ല, നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ദൈവഭക്തന്മാരുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ കൂടെ അവർ കടന്നു പോയപ്പോൾ പ്രയാസങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നത്, പാപം അവരുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിൻ്റെ അനന്തര എഫക്റ്റ് എല്ലാം ഒന്നിലാണ് അവരെ കൊണ്ട് അവസാനിപ്പിച്ചത്. എന്തുവാ? ഒരു വീണ്ടെടുപ്പ്. അവക്കറിയ ഒരു വീണ്ടെടുപ്പിൽ മാത്രമേ എൻ്റെ ഇന്നത്തെ കഷ്ടതയ്ക്ക് ഒരു മാറ്റം വരത്തുള്ളൂ. ഒരു വീണ്ടെടുപ്പിൽ മാത്രമേ എൻ്റെ ഞരക്കം തീരത്തുള്ളൂ. അത് മനസ്സിലാക്കിയ ദൈവദാസന്റെ വെളിപ്പാടാണ്. അവിടെ വെളിപ്പാട് പുസ്തകം പറയുന്നത്, ഇനിയും കണ്ണുനീര് ഇല്ല, ദുഃഖവും മറുപടിയും ഇനിയുമില്ല, അതെല്ലാം കഴിഞ്ഞു പോയി. എന്തിലേക്കാ ഞാൻ നിങ്ങൾ കടന്നു പോകേണ്ടത്? എന്താണ് എൻ്റെ ആഗ്രഹം? ഈ ഒരു അവസ്ഥയിൽ ഞാൻ ഞരങ്ങുമ്പോൾ എൻ്റെ ഞരക്കത്തിന്റെ കാരണമെന്ന് ഒരു കാര്യം അറിയാം. യോബിനെ പോലെ ഞാൻ നിങ്ങൾ പറയുവാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ ഞാൻ വിടുവിക്കപ്പെടുന്ന സമയമെന്ന് പറയുന്നത്, ഈ ലോകത്തിൽ ഞാൻ ജീവിക്കുന്നിടത്തോളം കാലം ഇതിൽ നിന്ന് എനിക്ക് എന്നേക്കുമായിട്ട് വിടുതലില്ല. ഇന്ന് മുട്ടുവേദനയാണെങ്കിൽ നാളെ നടുവേദനയാ, നാളെ നടുവേദന മാറിക്കഴിയുമ്പോൾ കണ്ണുവേദനയാ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു അവസ്ഥകൾക്ക് മാറ്റം വരും. ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെതായിരിക്കുന്ന പുത്രന്മാരുടെ വെളിപ്പാട് സംഭവിക്കുമ്പോൾ, ദൈവപുത്രന്മാരെന്നുള്ള പദവിയിലേക്ക് ഞാൻ നിങ്ങൾ കടന്നു വരുമ്പോൾ, ആ പദവിയുടെ പൂർണ്ണതയിലേക്ക് ഞാൻ നിങ്ങളും അനുഭവിക്കുന്ന ആ സമയം സംഭവിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ ദാസൻ 1 യോഹന്നാൻ ലേഖനം 3-ാം അധ്യായം 2-ാമത്തെ വാക്യം വീണ്ടും ഒരിക്കൽ കൂടെ വായിച്ചാണ്. 1 John chapter 3 verse number 2. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാവുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ
കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം നിങ്ങൾ ആ വേർഡ്, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട്. നെക്സ്റ്റ് വേർഡ്, അവനോട് സദൃശരാകും. ജസ്റ്റ് ലൈക്ക് ജീസസ്. ആ ഒരു ദിവസം മാത്രമേ, ആ ഒരു സന്ദർഭത്തിൽ മാത്രമേ ഈ ശരീരത്തിന്റെ വിലാപം മാറത്തുള്ളൂ, ഈ ശരീരത്തിന്റെ കണ്ണുനീര് മാറ്റപ്പെടത്തുള്ളൂ. ദൈവം നമ്മളെ വിടുവിക്കത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പ്രത്യാശയില്ലാത്തവരായി ജീവിക്കുവാനല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ദൈവത്തിന്റെ ദാസൻ പറഞ്ഞൊരു വേർഡോട് ഞാൻ പറയട്ടെ. മരിക്കുമെന്നുള്ളിൽ നിർണയിക്കേണ്ടി വന്നതായിരിക്കുന്ന പൗലോസ് ജീവിതത്തില് പൗലോസ് പറയുന്ന അടുത്ത സാക്ഷ്യമുണ്ട്. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് അവൻ ഞങ്ങളെ വിടുവിച്ചു, മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾ ആശ വെച്ചിരിക്കുന്നു. അതാ തൻ്റെ ജീവിതത്തിന്റെ പ്രത്യാശ. പക്ഷെ ഇത് എങ്ങനെയാ സംഭവിക്കുന്നത് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ, ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നു, ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ ധരിക്കുന്നു, അപമാനമുള്ളത് മാനത്തെ ധരിക്കുന്നു, ബലഹീനമായത് ശക്തിയെ ധരിക്കുന്നു. ഒരു വലിയ ട്രാൻസ്ഫോർമേഷനാണ് നടക്കുന്നത്. ആ ട്രാൻസ്ഫോർമേഷനാണ് ഒറ്റ വേർഡിൽ യോഹന്നാൻ അപ്പോസ്തലൻ വെളിപ്പെടുത്തിയത്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യമാരാ. ഒറ്റ വാക്യത്തിലാണ് പറഞ്ഞേക്കുന്നത്, അവനോട് സദൃശ്യരാകും. കർത്താവായ യേശുക്രിസ്തു രൂപാന്തരപ്പെട്ട് എടുക്കപ്പെട്ടതായ സമയത്ത് ഏതവസ്ഥയിലായിരുന്നുവോ അതുപോലെ തന്നെ ഞാൻ നിങ്ങളുമാകുക. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തിൻ്റെ ദാസനെ ഒപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ ഈ കൂടാരത്തിലിരിക്കുന്നിടത്തോളം ഞങ്ങൾ സന്തോഷത്തോടല്ല ജീവിക്കുന്നത്. ഞങ്ങൾക്കൊരു ഞരക്കമുണ്ട്. ഞങ്ങളുടെ ഞരക്കത്തിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വമാണ് ഞങ്ങളുടെ മുമ്പിൽ കാണുവാൻ ആഗ്രഹിക്കുന്നത്. ചോദിക്കട്ടെ, ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് അതിനുവേണ്ടി കാത്തിരിക്കുന്നവരുടെ ഉള്ളത്തിൽ ഒരു ഞരക്കമുണ്ടായിരിക്കും. എന്തുവാ ഞരക്കം? അവരെന്താ പറയുന്നറിയാമോ? അവർക്ക് പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ. ഞങ്ങളുടെ ഈ ഞരക്കം മാറ്റപ്പെടണമെങ്കിൽ ഈ ശരീരത്തിനൊരു മാറ്റം വരണം. ഞങ്ങൾ സ്വർഗീയമായത് ഒന്ന് ധരിക്കണം. ബലഹീനമായത് മാറ്റപ്പെട്ടുകൊണ്ട് ഈ ശ്രേഷ്ഠമായത് ഒന്ന് ധരിക്കുവാനിടയായി തീരുമ്പോൾ ഒരു പാട്ട് ദൈവമക്കൾ പാടും. ആ പാട്ടിപ്രകാരമാണ്, ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ. എന്നിട്ട് പൗലോസിനോടുകൂടെ ചേർന്ന് അന്ന് ദൈവമക്കൾ ഒരു പാട്ട് പാടും. നമ്മുടെ കർത്താവായ യേശു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന ആർക്ക് സമയത്ത് ഈ ശരീരത്തിന് ഒരു രൂപാന്തരം സംഭവിച്ച് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എടുക്കപ്പെടുമ്പോൾ ഒരു പക്ഷേ പിന്നോട്ട് നോക്കുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, എനിക്കും നിങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയുവാൻ സാധിക്കുമെങ്കിൽ, ആ നന്ദിയുടെ വാക്കുകൾ ഇതായിരിക്കും: നമ്മുടെ കർത്താവായ യേശു മുഖാന്തരം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. അതാണ് പിന്നീട് അവർക്ക് പറയുവാനുള്ളത്. അതിലാണ് അവർക്ക് അവരുടെ ആഗ്രഹം അതാണ്. ചോദിക്കട്ടെ സഹോദരങ്ങളെ, പൗലോസിന്റെ ജീവിതത്തിൽ ആ ഞരക്കമുണ്ടായിരുന്നു. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ആ ഞരക്കമുണ്ടായിരുന്നു. ഇത് ദൈവത്തിൻ്റെ വിശുദ്ധവചനം പഠിപ്പിക്കുമ്പോൾ ദാനിയേൽ, ഇയ്യോബ്, അവർക്കെല്ലാം ഈ ഞരക്കം ഉണ്ടായിരുന്നു. പൗലോസ് ഈ ഞരങ്ങിക്കൊണ്ടാ ജീവിച്ചത്. അവരുടെ എല്ലാവരുടെയും മുൻപിൽ കണ്ടത് അതാ. എൻ്റെ ചോദ്യം വരുന്നത്, ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ചോദ്യം ഇതാണ്, ആ ഞരക്കം എൻ്റെ ഉള്ളിലുണ്ടോ? ആ ഞരക്കമുള്ളവർ പറയുന്ന ഒരു വേർഡുണ്ട്. ആ വേർഡോട് ഞാൻ പറയാം, ആമേൻ കർത്താവേ വേഗം വരണമേ. എന്തുവാ അതിൻ്റെ തെളിവ്? ഒരു തെളിവുണ്ട്. ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നത് ഇത് സംഭവിക്കും എന്നുള്ളതിൻ്റെ ഒരു പേയ്മെന്റ്, ഡൗൺ പേയ്മെന്റ് കൊടുത്തച്ച ഒരാൾ പോയേ.
ഇത് സംഭവിക്കും, എൻ്റെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കുമെന്നുള്ളതിന്റെ ഒരു ഡൗൺ പേയ്മെന്റ്, ഒരു അഡ്വാൻസ് പേയ്മെന്റ് കൊടുത്തു. എന്താ അഡ്വാൻസ് പേയ്മെന്റ് എന്നറിയാമോ? ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നു, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവെന്ന ആദ്യദാനം ഞാൻ പ്രാപിച്ചത് ഒരു ഡൗൺ പേയ്മെന്റാ. എന്തിന്റെ ഡൗൺ പേയ്മെന്റ് ആണെന്ന് അറിയാമോ? എന്റെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കുമെന്നുള്ളതിന്റെ ഒരു തെളിവാത്. അതുകൊണ്ട് ആ ദൈവത്തിന്റെ ദാസൻ പറയുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാളല്ലോ വീണ്ടെടുപ്പ് നാളെ നിങ്ങൾ മുദ്രയിട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ ആദ്യദാനം എനിക്കും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയായി തീർന്നുവെങ്കിൽ ചോദിക്കട്ടെ, ഈ ആത്മാവെന്ന വായിച്ചാട്ട് വീണ്ടും ഒരിക്കൽ കൂടെ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാട്ട് 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. 2 കൊരിന്ത്യർ ഉരുവാനല്ല മധ്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. നെക്സ്റ്റ് വേർഡ്, അതിനായി എല്ലാവരും ചേർന്ന് വായിച്ചാട്ട് ആ വാക്യം എല്ലാവരും ചേർന്ന് ശബ്ദമയത്തെ അതിനായി. ഒന്നുകൂടെ ശബ്ദം ഉയർത്തി വായിച്ചേ. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിനായി ഒരുക്കിയെന്നറിയാമോ? മധ്യമായ ജീവനാൽ മാറിപ്പോകേണ്ടതിനാ, ഒരു ശ്രേഷ്ഠമായ ഒന്നിനു വേണ്ടി കാത്തിരിക്കേണ്ടതിനാ, ഒരു ഞരക്കം എൻ്റെ ഉള്ളിൽ കടന്നു വരേണ്ടതിനാ എന്നെ ഒരുക്കുന്നത് മറ്റാരുമല്ല, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ഒരു ഒരുക്കം തരികയാ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഒരു വാക്ക് മാത്രം അവസാനമാണ് ഞാൻ പറയട്ടെ. കർത്താവായ യേശുവിൻ്റെ മധ്യാകാശം കാത്തിരിക്കുന്നവര്, ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ്, പുത്രത്വം അന്നാണ് പെർഫെക്റ്റ് ആകുന്നുവെങ്കിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഇന്ന് ഒരു ഞരക്കം അവരുടെ ഉള്ളിലുണ്ടാകണം. ശാന്തമായി എല്ലാ കണ്ണുകളും നടയട്ടെ. എല്ലാവരും സ്വയമായി ചിന്തിച്ച് നോക്കി, നിങ്ങളുടെ ഉള്ളിൽ ആ ഞരക്കമുണ്ടോ? വല്ലപ്പോഴുമെങ്കിലും പറയാറുണ്ടോ, കർത്താവേ നീ വന്നല്ലാതെ എൻ്റെ വേദനമാകത്തില്ല, നീ വന്നല്ലാതെ എൻ്റെ ഭാരമാകത്തില്ല? വല്ലപ്പോഴുമെങ്കിലും ദൈവത്തോട് പറയാറുണ്ടോ, കർത്താവെ പല സന്ദർഭങ്ങളിലും ഒരു വിശുദ്ധ ജീവൻ നയിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അനേക സന്ദർഭങ്ങൾ ഞാൻ വീണു പോയിട്ടുണ്ട്, കർത്താവെ നീ വന്നല്ലാതെ ഇതിൽ നിന്ന് എനിക്ക് ജയമെടുക്കുവാൻ പറ്റത്തില്ല. ഒന്നേയുള്ളൂ എൻ്റെ മുമ്പിൽ, ഒരു വലിയ ഞരക്കത്തോടുകൂടെ, ആ വേദനയോടുകൂടെ, ഒരു നിലവിളിയോടുകൂടെ ഒന്ന് പറയുവാൻ സാധിക്കുമെങ്കിൽ, കർത്താവേ നീ വേഗം വരണമേ, നീ വേഗം വരണമേ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ ഞാൻ ഓർപ്പിക്കട്ടെ, വാസ്തവമായിട്ട് വിശുദ്ധ ജീവിതം ആഗ്രഹിക്കുന്നവരുടെ ഉള്ളത്തിൽ ആ ഞരക്കമുണ്ടായിരിക്കും. ഈ ലോകത്തിൽ കഷ്ടങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ അവരുടെ ഉള്ളിൽ ആ ഞരക്കമുണ്ടായിരിക്കും. ഞാൻ ഓർപ്പിക്കട്ടെ, കഷ്ടങ്ങൾ മാറരുതെന്ന് പ്രാർത്ഥിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെങ്കിൽ എനിക്ക് പറയുവാൻ സാധിക്കുന്നത്, ഈ കഷ്ടങ്ങൾ മാറിയാലും മാറിയില്ലെങ്കിലും എൻ്റെ പൂർണ്ണമായിരിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുന്നത് എൻ്റെ കർത്താവായ യേശു ക്രിസ്തു വാനമേത്ത് കടന്നു വരുമ്പോൾ, ദൈവത്തിൻ്റെ വിശുദ്ധ വചനം കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിറഞ്ഞു വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന അവരോടൊരുമിച്ച് ആകാശമേഘങ്ങൾ എടുക്കപ്പെടും. ഈ വചനം കൊണ്ട് നിങ്ങൾ ആശ്വസിച്ചുകൊള്ളുകയും. ഒന്ന് പറയുവാൻ സാധിക്കുമോ, കർത്താവേ എൻ്റെ മുൻപിൽ അബ്രഹാം കണ്ടത് ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനവും നഗരത്തിനുമായിട്ട് അല്ല. അബ്രഹാം കണ്ടത് ദൈവം തന്നെ നിർമ്മിച്ചതും സ്ഥിരമായിരിക്കുന്നൊരു അടിസ്ഥാനമുള്ള ഒരു ഭവനം. അതായിരുന്നില്ല തനിക്ക് ആ ലോകത്തിലുണ്ടായിരുന്നത്. അബ്രഹാം മുമ്പിൽ അത് കണ്ടു, യോബ് അത് മുമ്പിൽ കണ്ടു. ഇങ്ങനെ എൻ്റെ ത്വക്ക് ദ്രവിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ഞാൻ അവനെ കാണും. പൗലോസ് അത് കണ്ടു. നോടി നേരത്തേക്കുള്ള എൻ്റെ കഷ്ടം അത്യന്തം അനവധിയായി ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ വലിയ ഖനം പ്രാപിപ്പാൻ ഇടവരും. സഹോദര, എന്താ നീ കൺമുമ്പിൽ കാണുന്നത്?
നിന്റെ ക്രിസ്ത്യ ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്ന എന്താ? ദാനിയേൽ ഇപ്രകാരം പറഞ്ഞു, ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും അനേകരെ നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. സഹോദര, ഈ ലോകമാണോ നിന്റെ കാഴ്ചപ്പാട്? അതോ വരുന്നതായിരിക്കും ലോകം? കർത്താവായ യേശു തരുന്നൊരു ലോകം. ഇന്ന് പകൽക്കാലം ദൈവത്തോട് പറയുവാൻ സാധിക്കുമോ? കർത്താവേ, ഈ ലോകത്തിൻ്റെ മയത്തിൽ നിന്നെ ഒന്ന് വിടുവിച്ച് സ്വർഗീയമായിരിക്കുന്ന കാഴ്ചകൾ കാണുവാൻ, സ്വർഗീയമായത് വാഞ്ചിപ്പാൻ എന്നെ സഹായിക്കണമേ. എത്ര പേരങ്ങനെ പ്രാർത്ഥിക്കുന്നു? കർത്താവെ, ഭൗതിക നന്മകൾ മാത്രമല്ല, ആത്മീയമായിരിക്കുന്ന കാര്യങ്ങൾ, സ്വർഗീയമായതിനെ ദൈവത്തിൻ്റെ ദാസൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിരിക്കുന്ന ഇടമായിരിക്കുന്ന ഉയരത്തിലുള്ളത് നിങ്ങൾ അന്വേഷിപ്പീൻ. ഹംദലബലബ, എനിക്കതാ വേണ്ടത്. സ്വർഗീയമാതിരി അന്വേഷിച്ചുകൊണ്ട് മുൻപോട്ട് കടന്നു പോകുവാൻ ദൈവമേ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് ദൈവം ഭാഗം സമർപ്പിക്കുന്നവർ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നാട് നമുക്ക് വീണ്ടും ഒരുമിച്ച് ദൈവത്തെ നാം ആരാധിപ്പാൻ പോകുക. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ.